മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ക്യാരറ്റും പപ്പായയും ആണ്. ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റും പകുതി പപ്പായയാണ് ചേർക്കുന്നത്. ആദ്യം ക്യാരറ്റ് വേവിച്ചെടുക്കണം. വേവിച്ച ക്യാരറ്റാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കണക്കിനാണ് വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റ് റെഡിയായി വരുന്ന സമയം കൊണ്ട് പപ്പായ ക്ലീൻ ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഈ ഒരു പപ്പായയുടെ പകുതിയാണ് എടുക്കുന്നത്. ക്യാരറ്റും പപ്പായയും ഒരേ അളവിലാണ് ചേർക്കുന്നത്. പപ്പായ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം അളവിൽ തന്നെ നമ്മൾ ക്യാരറ്റും എടുക്കണം. ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പപ്പായ എടുത്ത സെയിം അളവിൽ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ക്യാരറ്റും പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതായത് 1/2 ലിറ്റർ പാലാണ്. പാല് നന്നായിട്ട് തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രീസറിനകത്ത് വെച്ച് കട്ടയാക്കി എടുത്തതാണ്. ഇതുപോലെ ഒന്ന് കട്ടയാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. പാല് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ക്യാരറ്റും പപ്പായയും നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരയണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മാതളം എടുത്തിട്ടുണ്ടാവും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റ് വേവിച്ച് തന്നെ ചേർക്കണം. അപ്പോഴേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഡ്രിങ്ക്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.